അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിയോട് പറഞ്ഞത് എന്താണെന്നറിയുമോ? അവിടുന്ന് പറയുകയാണ്, നിങ്ങൾ പേടിക്കേണ്ടതില്ല, ഓ ആദം നബിയെ, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല. നിങ്ങൾ ഈ സ്വർഗലോകത്ത് നിന്ന് ഇറങ്ങിപ്പോകണം. നിങ്ങൾക്കുള്ള നിർഭയത്വം ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. നിങ്ങളെ ഭൂമിലോകത്തേക്ക് ഞാനാണ് പറഞ്ഞു വിടുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഭൂമിലോകത്തേക്ക് ഇറങ്ങിപ്പോകണം. നിങ്ങളുടെ മുഴുവൻ കാര്യങ്ങളും ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആദം നബി അലൈഹിസ്സലാം ഭൂമിയിലേക്ക് കടന്നു വന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നിർഭയത്വം തരാമെന്ന് നിങ്ങളുടെ ഉത്തരവാദിത്വം മുഴുവനും, അതായത് ആദം സന്തതികളാകുന്ന നമ്മുടെ മുഴുവനും ഉത്തരവാദിത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തു എന്ന് അവിടുന്ന് പരിശുദ്ധ ഖുർആനിൽ വിളിച്ചു പറയുമ്പോൾ, ഈ ഭൂമി ലോകത്തേക്ക് കടന്നു വന്ന് നമ്മളുണ്ടല്ലോ, എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാനും നിങ്ങളും ആദം സന്തതികളാണ്. നമ്മൾ ഇന്ന് ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ വല്ലാത്ത ഭയത്തിലും പ്രതിസന്ധിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും മാത്രമുള്ള ഈ ഭൂമി ലോകത്ത് ഇനി എന്ത് ചെയ്യണമെന്ന് വളരെ പ്രയാസത്തോടുകൂടി നമ്മൾ വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്നത്. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നമ്മളെല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദുഃഖങ്ങൾ നൽകുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നവരാണ്, അല്ലാഹുവിന് വേണ്ടി നോമ്പ് നോൽക്കുന്നവരാണ്, സദഖ നൽകുന്നവരാണ്. പിന്നെ എന്തിനാണ് നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു പരീക്ഷണം നൽകുന്നത്? മുസ്ലിമീങ്ങളെ ജീവനോട് കരിച്ചു കളയുന്ന സന്ദർഭങ്ങൾ നമ്മൾ കണ്ടവരാണ്. ഈ അണഞ്ഞ കാലത്ത് നമ്മൾ കണ്ടവരാണ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പല പല സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതായത് പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്ന ലാഘവത്തോടുകൂടി പച്ചയായ മനുഷ്യനെ തല്ലിക്കൊല്ലുന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടവരാണ്. പത്രശ്രവണ മാധ്യമങ്ങളിലൂടെ നമ്മൾ ദൈനംദിനം കാണുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെന്തിനാണ് ഈ പരീക്ഷണങ്ങൾ? മുസ്ലിമാകുന്ന ഈ സമുദായത്തിന് എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്? നമ്മെ എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസങ്ങൾക്ക് നടുവിൽ ജീവിപ്പിക്കുന്നത്? അത് എന്തിനാണെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സ്വഹാബത്തെ കിറാമിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ സ്വഹാബ, നമ്മുടെ ഈമാൻ ഉറച്ചിട്ടുണ്ടോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. നമ്മുടെ തഖ്വയുണ്ടോ, നമുക്ക് ഈമാനുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, കഴിഞ്ഞുപോയ ഏതാനും മാസങ്ങൾക്ക് മുമ്പല്ലേ നമ്മളെയൊക്കെ ഭീതിയിലാഴ്ത്തിയ ചില സംഭവങ്ങൾ നടന്നത്. മുമ്പൊക്കെ നമ്മൾ വെറും പത്രങ്ങളിലൂടെയും അതായത് മാധ്യമങ്ങളിലൂടെയും മാത്രം കണ്ടുകൊണ്ടിരുന്ന, അതായത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഭൂകമ്പങ്ങൾ സംഭവിക്കാറുണ്ട്. അതുപോലെ തന്നെ പല ഭാഗങ്ങളിലും കൊടുങ്കാറ്റടിച്ച സംഭവം, അതുപോലെ തന്നെ സുനാമി അടിച്ച സംഭവം, ഇത് മുഴുവനും നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടവരാണ്. പല വെള്ളപ്പൊക്കത്തിൻ്റെ സംഭവം നമ്മൾ കണ്ടവരാണ്. ഇതൊക്കെ നമ്മൾ വായിച്ചവരാണ്. അപ്പോഴൊക്കെ നമ്മൾ ചിന്തിച്ചവർ കാര്യമുണ്ട്. എന്താണെന്നറിയുമോ? ഇതൊന്നും നമ്മുടെ ഇടയിലേക്ക് കടന്നു വരില്ല. ഇതൊക്കെ അങ്ങാ ദൂരത്തുള്ള നാടുകളിലേ ഉള്ളത്. നമ്മുടെ നാട്ടിലേക്ക് ഒരിക്കലും ഇത് കടന്നു വരില്ല എന്ന് ചിന്തിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ ഈ അണഞ്ഞ സമയത്തല്ലേ നമ്മുടെ നാട്ടിൽ ചെറിയ രീതിയിൽ ഭൂമികുലുക്കം സംഭവിച്ചത്. അതിന്റെ തീവ്രത എങ്ങാനും കൂടിയിരുന്നെങ്കിൽ ഞാനും നിങ്ങളും ഒന്ന് ആലോചിച്ചു നോക്കണേ. അതിന്റെ തീവ്രത അല്പം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാനും നിങ്ങളും എവിടെയായിരുന്നു എന്ന് നമ്മളൊന്ന് ആലോചിച്ചു നോക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ഇടയിലേക്കും ഇതൊക്കെ കടന്നു വരും. അതുകൊണ്ട് ആരും സംശയിക്കേണ്ടതില്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നാടിനെ സംബന്ധിച്ച് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുകയാണ്, ലഖദ് കാന ലിസബഇൻ ഫീ